നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. വയനാട് ദുരന്തം 2 ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഇന്ന് 7ാം നാളാണ്. മഹാദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി ഇപ്പോൾ സംസ്കരിക്കുകയാണ്. കണ്ണീർ വറ്റാത്ത ദുരന്തമായി മുണ്ടക്കയും പുത്തുമലയും മാറുമ്പോൾ കേരളവും മാറേണ്ടേ? വയനാട് ദുരന്തം കേരളത്തെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? വിവിധ മേഖലകളിലെ വിദഗ്ധർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. പ്രൈം ഡിബേറ്റിൽ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ഭൗമശാസ്ത്ര വിദഗ്ധൻ, ശ്രീ ശങ്കർ ആർക്കിടെക്റ്റ്, ഒപ്പം ശ്രീ സതീഷ് ഗോപി, റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ചാർട്ടേഡ് എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. നമുക്ക് ആ വിഷയത്തിലേക്ക് വിശദമായി തന്നെ പോകാം. കാരണം ഈ ദുരന്തം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും. പക്ഷേ അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുള്ള മാർഗങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഒരു ദുരന്തം നടന്ന് അതിനെ മറന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് എത്തേണ്ടി വരും. വീണ്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗതികേട്. അങ്ങനെ ആവരുത്. ഇത്തരം വിഷയങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയുള്ള നാളുകളിൽ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മേഖലയിലെ വിദഗ്ധർ. അവരിലേക്ക് വരാം. അതിനു മുമ്പ് MG മിഥുൻ അവിടെ പുത്തുമലയിലുണ്ട്. മിഥുന് മനസ്സിലാക്കുന്നത് സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. അവരുടെ തിരിച്ചറിയാനാവാത്ത അനവധി ആളുകളുടെ എന്താണ് മിഥുൻ കാണാൻ കഴിയുന്ന കാഴ്ചകൾ, അവിടുത്തെ വൈകാരികമായ അനുഭവം? രജിത്ത്, ഇപ്പോൾ 158ഓളം ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവ മറവ് ചെയ്യുകയാണ്. അവ സംസ്കരിക്കുന്ന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് 31 മൃതദേഹങ്ങളുണ്ടായിരുന്നു, പൂർണ്ണമായും ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളുണ്ടായിരുന്നു. അവ ആദ്യം തന്നെ സംസ്കരിച്ചിരുന്നു. പിന്നീടാണ് ഈ 158ഓളം ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നത്. മേപ്പാടി ആശുപത്രിയിൽ നിന്ന് പൂർണ്ണമായും അവയെല്ലാം എത്തിക്കുകയും ഒപ്പം തന്നെ സർവ്വമത പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത് ആ പ്രാർത്ഥന ഏറ്റുവാങ്ങിയ ശേഷം ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കുന്ന ചടങ്ങുകളാണ്. ഒരു ഉദ്യോഗസ്ഥനൊപ്പം ഒരു വോളണ്ടിയർ എന്ന രീതിയിലാണ് ഓരോ കുഴിമാടങ്ങളിലേക്കും എത്തിച്ച് ഓരോ കുഴിമാടങ്ങളിലേക്കും ഈ ഒരു ശരീരഭാഗങ്ങൾ മറവ് ചെയ്ത് അവിടെ ഇതിന്റെ DNA റിപ്പോർട്ടുകൾ അടക്കം ഒപ്പം തന്നെ അതിന്റെ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ആ ചിപ്പ് ഉൾപ്പെടെ വെച്ചാണ് ഈ ഒരു കുഴിമാടത്തിലേക്ക് വെക്കുന്നത്. അതിനുശേഷം അവ സംസ്കരിക്കുന്നു. അത്രയും നൊമ്പരപ്പെടുത്തുന്ന, സൂചിപ്പിച്ച പോലെ തന്നെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. കാരണം ആരാണെന്നോ ഏതാണെന്നോ അല്ലെങ്കിൽ ഉറ്റവരാരാണെന്നോ ഇവിടെ എവിടെയാണ് ഇവർ താമസിച്ചതെന്നോ ഇവരുടെ പേരെന്താണോ എന്നോ ഒന്നും തന്നെ ആർക്കും അറിയാത്ത 189ഓളം പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിക്കുന്നത്. 31 പേരുടെ പൂർണ്ണ മൃതദേഹങ്ങളുണ്ടായിരുന്നു. അതിൽ 8 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അടക്കിയിരുന്നു. അവ പൂർണ്ണമായും ജീർണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, അഴുകിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ തന്നെ, അതായത് ഈ പുത്തുമലയിലെ ഈ പ്രദേശത്ത് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഖബർസ്ഥാനിൽ ഈ ഒരു ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്ത് സർവ്വമത പ്രാർത്ഥനകളോട് ഏറ്റുവാങ്ങിയാണ് ഇവർ മടങ്ങുന്നത്. ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് ഇപ്പോൾ മടങ്ങുന്നു എന്നുള്ളതാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്രയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ, അതാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരു കാഴ്ച. കൂടാതെ തന്നെ ഇന്നത്തെ തെരച്ചിലടക്കം ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ വീണ്ടും പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓരോ സെക്ടർ കേന്ദ്രീകരിച്ച് നെഞ്ചുപൊട്ടിയാണ് കേരളം ഇതിനോട് പ്രതികരിക്കുന്നത്. കാരണം ദുരന്തമുണ്ടാക്കിയ മഹാദുരിതത്തിൽ ഇത്തരത്തിൽ മരണമടയപ്പെടുന്നവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നുകൂടി മനസ്സിലാക്കണം. ആരെന്നറിയാതെ ഉറ്റവർക്ക് അവസാനമായി കാണാനാകാതെയാണ് പലരും ഇപ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നത് എന്നുള്ളതാണ്. ശ്രീ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എന്നോടൊപ്പമുണ്ട്. ആർക്കിടെക്ട് ജി ശങ്കർ നമ്മുടെ ചർച്ചയുടെ ഭാഗമാകുന്നു. ഒപ്പം ശ്രീ സതീഷ് ഗോപി, റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ എന്നിവർ ഇതിൽ പങ്കെടുക്കും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇനി നമുക്ക് വേണ്ടത് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ദുരന്തങ്ങളുടെ ഒരു കണക്കെടുത്താൽ കഴിഞ്ഞ 50 വർഷത്തിലുണ്ടായതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം ദുരിതങ്ങൾ നമ്മളെ ഇങ്ങനെ വന്ന് കൊണ്ടുപോവുകയാണ്. അത്രത്തോളം കാലാവസ്ഥാ മാറ്റം പ്രകൃതിയിൽ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകുന്നില്ലല്ലോ. പലപ്പോഴും മഴയുടെ ശക്തി, മഴയുടെ വ്യാപ്തി ഒക്കെ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തുള്ള മറ്റ് പല ഘടകങ്ങളില്ലേ ഇത്തരം ദുരന്തങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്? തീർച്ചയായും പ്രകൃതിയെ ഒരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പ്രകൃതി സൂര്യനും വെള്ളവും വായുവും കാറ്റും ചലനവും കാർബൺ സൈക്കിളും നൈട്രജൻ സൈക്കിളും വാട്ടർ സൈക്കിളുമൊക്കെ സോളാർ സൈക്കിളുമൊക്കെ ഉള്ളിടത്തോളം കാലം പ്രകൃതി അതിൻ്റെ രൂപഭാവങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കുറേ കാലം ഹിമയുഗമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ചൂട് യുഗമായി,
ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരിക്കലും നമുക്ക് അനുകൂലമായി വരണം എന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ലോകത്തൊരിടത്തും അങ്ങനെ നിർബന്ധം പിടിക്കുന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യം, 100 വർഷത്തിലൊരിക്കലാണ് നമുക്ക് ഉരുൾപൊട്ടൽ വന്നതെങ്കിൽ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നതെങ്കിൽ, പ്രളയം വന്നതെങ്കിൽ, ഇപ്പോൾ വളരെ അടുത്ത് വരികയാണ്. ഈ പുത്തുമല ഇവിടെ ഈ പറയുന്ന പിന്നെ പുഞ്ചിരിമട്ടവും ഈ മലകളിലും ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ 150 വർഷങ്ങൾക്കിടയിൽ അവിടെ അട്ടമലയിൽ സായിപ്പിൻ്റെ ഒരു ബംഗ്ലാവുണ്ട്, ഇപ്പോഴും സുഖമായി നിൽക്കുന്നുണ്ട്. 150 വർഷങ്ങൾക്കിടയിൽ 3 പ്രാവശ്യമാണ് വന്നത്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്, പിന്നെ 84 വന്നു. പക്ഷേ 84 വന്നതിന് ശേഷം വീണ്ടും 2000 വന്നു, 2020 വന്നു, 19 വന്നു, 20 വന്നു, 24 വരുന്നു. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ പ്രളയവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമെല്ലാം നോർമലാവുകയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയുടെ ഭാഗമായി, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതൊരു നോർമലായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മഴ സീസണും ഇപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ വേനൽ സീസണിലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. വേനൽക്കാലം വരൾച്ചയുടെ കാലം, മഴക്കാലം പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും കാലമാണ്. ഇനി മുമ്പോട്ട് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. കാരണം അറബിക്കടൽ ചൂടാവുന്നു, ബംഗാൾ ഉൾക്കടൽ ചൂടാവുന്നു, സൂര്യൻ്റെ സോളാർ ചക്രത്തിൽ വ്യത്യാസം വരുന്നു, ഭൂമിക്ക് ചൂട് കൂടുന്നു. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള കാലം ഒരു കാരണവശാലും നമ്മൾ തിരിച്ച് നടക്കാമെന്ന് ചിന്തിക്കരുത്. വരുന്നത് ദുരിതങ്ങളുടെ കാലമാണ്. പക്ഷേ ദുരിതമാകുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ കൂടെ കൊണ്ടാണ്. പ്രതിഭാസം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദുരന്തമാകണമോ, എത്ര പേർ മരിക്കണം, എത്ര ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാകുമെന്നൊക്കെ നമ്മുടെ തയ്യാറെടുപ്പുകൾ അനുസരിച്ചായിരിക്കും വ്യത്യാസമുണ്ടാകുന്നത്. തീർച്ചയായും അതാണ് ശ്രീ ശങ്കർ. ഇവിടെ നമുക്ക് ഈ നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ദുരന്തത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരു ആക്ഷേപമായി ഉയർന്നു വന്നത് പ്രവചനങ്ങളുടെ ഒരു അപര്യാപ്തത. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുങ്ങുന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാധാരണ രീതിയിലല്ല സാഹചര്യങ്ങൾ. കുറച്ചുകൂടി കരുതേണ്ട ഒരു സ്ഥലമാണ് അത്. പലപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി അടക്കം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും ഈ കരുതലും ജാഗ്രതയും കാര്യമായി തന്നെ വേണം. നമ്മൾ ഈ വിഷയത്തിൽ വേണ്ട വിധം ഇതിനൊരു മുൻഗണന നൽകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അത് ഇത്തരം വലിയ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്തു ചെയ്യണം എന്നുകൂടി ആലോചിക്കണം. കാരണം ദുരന്തം കഴിഞ്ഞിട്ട് 7 ദിവസമാണ്. നമ്മുടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. നമുക്കിനി പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഇനിയും കൂടുതൽ ജീവനുകൾ പ്രകൃതി ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു കൂടാ എന്നുള്ള കാര്യവും അതിനും പ്രാധാന്യം കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഈ കരുതലും ജാഗ്രതയും ഒരേപോലെ ആവശ്യമുള്ള ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിക്കുള്ള സമയം തുടങ്ങുകയായി. ഇപ്പോൾ തെരച്ചിൽ കഴിഞ്ഞു, ഇപ്പം ആളുകളെ കിട്ടാനുള്ള ആൾക്കാരെയെല്ലാം കിട്ടി. നമ്മൾ രണ്ടാമത്തെ ഘട്ട ഒരു പുനർനിർമ്മിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ വയനാട് എങ്ങനെ ആവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചകൾ തുടങ്ങി വയ്ക്കേണ്ട ഒരു സമയമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുത്തൻ പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് നമ്മൾ പതുക്കെ നടന്ന് നീങ്ങേണ്ടിയിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മൾ റീസെറ്റിൽമെൻ്റ് ആണെങ്കിലും അത് പുനരധിവാസമൊക്കെ തന്നെയാണെങ്കിലും എന്ത് നടപടിയാണെങ്കിലും അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കേണ്ട കാര്യമുണ്ട്. കാരണം അത്രമേൽ വേദന അനുഭവിക്കുന്ന ഒരു ജനതയാണ്, അത്രമേൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. അവരുടെ കൈത്താങ്ങായിട്ട് കേരളം ഒറ്റ മനസ്സോടെ നിൽക്കുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ കണ്ണുനീര് അവരുടെ മനസ്സിലെ വേദന പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കർത്തവ്യമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പം ആ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള കരുതലോടുകൂടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് നമ്മൾ പോകാൻ സമയമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം നമ്മൾ ഈ നിർമ്മാണങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാപകമായി ചർച്ച ചെയ്ത് ഈ പ്രളയ സമയത്താണ്. 2018-ലും 2019-ലും കാര്യമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ വയനാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ വളരെ വളരെയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഈ എക്കോ ഫ്രജൈലായ ലാൻഡാണ് എന്ന് പറയുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകത വേണം എന്നുള്ള ആവശ്യം കാലാകാലങ്ങളായി താങ്കളടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കെട്ടിടങ്ങൾ നിർമ്മിക്കാം എന്നുള്ള പ്രധാന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു, ഈ ക്വാറികളുടെ
സാന്നിധ്യം ചുറ്റുപാടുമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ഇവിടെ പ്രധാനമായും നഷ്ടപ്പെട്ട ഒരുപാട് റിസോർട്ടുകൾ ഈ മേഖലയിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ സംഭവങ്ങളുണ്ടായിരുന്നു. ടൂറിസ്റ്റുകളെ കുടുങ്ങിയ പശ്ചാത്തലമൊക്കെ കണ്ടു. റിസോർട്ടുകൾക്കൊക്കെ പറ്റിയ സംഗതിയാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ നിർമ്മാണ കാര്യത്തിലും അതിപ്പോൾ സ്വാധീനം ചെലുത്തിയാണെങ്കിലും അല്ലെങ്കിലും അത്തരം കാര്യങ്ങളിലും കുറച്ചുകൂടി പ്രാധാന്യം നൽകണം. ജനവാസമൊക്കെ ഏതൊക്കെ മേഖലകളിൽ വേണം എന്ന് നിശ്ചയിക്കണം. അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണം. ഇതൊന്നും സംഭവിക്കാതിരിക്കുന്നു. പലപ്പോഴും അത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയും കൂട്ടുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുരന്തം ഈ കണ്ണകലെയുള്ള ഒരു പ്രതിഭാസമായിട്ട് 2004 നമ്മുടെ കേരളത്തിൻ്റെ ചെറിയൊരു വിഭാഗത്ത് സുനാമി രാക്ഷസത്തിരകൾ വന്നടയ്ക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത്, ആഴവും വ്യാപ്തിയും കുറിച്ച് തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും 2018 ആകുമ്പോഴത്തേക്ക് 14 വർഷം കഴിഞ്ഞ് കേരളം മുഴുവൻ ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ വെള്ളപ്പൊക്കം നമ്മുടെ വീടുകളിൽ കൂടെ നമ്മുടെ നാട്ടിലൂടെ ഈ കര കവിഞ്ഞൊഴുകിയപ്പോൾ അത് കഴിഞ്ഞ് 2010 അടുത്ത വർഷം തന്നെ അതൊരു അതായിട്ട് അവതരിപ്പിച്ചപ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് മറന്നുപോയി എന്ന് ഖേദപൂർവ്വം പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടായി. ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഫലവത്തായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തിൽ മറന്നുപോയത് ഒരു കാര്യമാണ്. കാരണം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തീവ്രത നമുക്ക് ഈ കലണ്ടർ ഇവൻ്റ് പോലെ കൂടാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ കേരളത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനം തീർച്ചയായിട്ടും വലിയ മലനിരകളുള്ള കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം വീതി കുറഞ്ഞൊരു ഭൂഭാഗമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് കടൽ തൊട്ട് ഈ മല വരെയുള്ള വീതി എന്ന് പറയുന്നത് ശരാശരി 40 കിലോമീറ്റർ മാത്രമുള്ള ഒരു 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 പ്രത്യേക ഭൂഭാഗമാണ് കേരളം. അപ്പം നമുക്ക് കടലും നമ്മുടെ ഇടനാടുകളും ഈ മലമ്പ്രദേശങ്ങളെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഭൂവിനിയോഗത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി പല ചർച്ചകൾ, പല രേഖകൾ, പല പദ്ധതികളൊക്കെ വന്നെങ്കിലും ഇത് കൃത്യമായിട്ട് നിർവചിക്കുവാനോ രേഖപ്പെടുത്തുവാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അത് വലിയൊരു ഒരു ഒരു പോരായ്മയായിട്ടാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. കാരണം 2018 ഞങ്ങൾ പറഞ്ഞു ഭൂവിനിയോഗത്തെക്കുറിച്ചുള്ള രേഖ കൃത്യമായിരിക്കണം, അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം, അത് കർശനമായിട്ട് നിയമപരിരക്ഷയോടുകൂടി ഉറപ്പാക്കിക്കൊണ്ട് അത് നടപ്പാക്കുകയും വേണമെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യക്ക് ഒരു ഭൂപടമുണ്ട്, ദുരന്ത ഭൂപടമുണ്ട്. അതിനകത്ത് കേരളം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് കാസർഗോഡുള്ള പാറശാല വരെയുള്ള എനിക്ക് മനസ്സിലാക്കാൻ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ലെങ്കിലും ദൗർബല്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരുപക്ഷെ ഭൂമികുലുക്കം ഉണ്ടാവാനുള്ള, വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിശദമായ ലാൻഡ് മാപ്പിംഗ് നമ്മൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2018 രൂപീകരിച്ച റീബിൽഡ് കേരളയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നെന്ന് വെച്ചാൽ ലാൻഡ് യൂസ് മാപ്പ് കൃത്യമായിട്ട് നിർവചിക്കപ്പെടുകയും അത് പൊതുജനങ്ങൾക്ക് ചർച്ചയ്ക്ക് ശേഷം അത് കൃത്യമായിട്ട് നടപ്പാക്കുകയും വേണമെന്നുള്ളതാണ്. പക്ഷേ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കെട്ടിടനിർമ്മാണ നിയമങ്ങളിൽ തന്നെ സമൂലമായിട്ടുള്ള പരിഷ്കരണം വേണമെന്ന് പറഞ്ഞത്. അത് ഇത്തരം ദുർബലമായ ഭൂമി, വാസയോഗ്യമല്ലാത്ത ഭൂമി, ഇതൊക്കെ പറഞ്ഞ് ക്രമം തിരിച്ചിട്ട് വാസയോഗ്യമായിട്ടുള്ള ഭൂമിയിൽ തന്നെ ഇത്തരം സാധ്യതകൾ നിലനിൽക്കുന്ന ഭൂമിയിൽ എങ്ങനെ എങ്ങനെ പണിയണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർവചനം കൊടുക്കുന്ന നിയമത്തിന്റെ പരിരക്ഷ, നമ്മൾക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി ചെയ്യുന്ന ബിൽഡിംഗ് റൂൾ അമെൻമെന്റ് വേണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നടപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി കേരളത്തിൽ തൊട്ട് അമാന്തിച്ചുകൂടാ, നമ്മൾ വളരെ നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ നിയമങ്ങളിലേക്ക് പോകണം. വയനാടിനെ സംബന്ധിച്ചോളം, ഞാൻ ഇടുക്കിയെ സംബന്ധിച്ചോളം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ, കെട്ടിട നിർമ്മാണ രീതി പലപ്പോഴും മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇടുക്കിക്കും ഈ മൂന്നാർ അതുപോലെ വയനാട് പ്രദേശങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കണം. ഹിൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു അതോറിറ്റിയുടെ കീഴിലാവണം അതിൻ്റെ ഒരു നിയമപരിരക്ഷയോടുള്ള ഇടപെടലുകൾ വയനാടിനെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയും. ഇനിയും ഈ വാസയോഗ്യമല്ലാത്ത ഭൂമി, അപകടം പതിയിരിക്കുന്ന ഭൂമിയിൽ ആളുകളെ താമസിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് ഈ മരണസംഖ്യ നമ്മളെ സൂചിപ്പിക്കുന്നത്. നിസ്സഹായര ആൾക്കാരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ ഒഴിഞ്ഞു പോകും. പലപ്പോഴും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം മലഞ്ചെരികളിൽ താമസിക്കാൻ അവർ നിർബന്ധമാകുന്നത്. അതുകൊണ്ട്
അവർക്ക് അതിന് പുനരധിവാസത്തിനുള്ള കൃത്യമായിട്ട് പദ്ധതി അത് നടപ്പാക്കുകയും പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് പുനരധിവസിപ്പിക്കുകയും ചെയ്യേണ്ട നടപടികളിലേക്ക് നമ്മൾ നീങ്ങേണ്ട സമയം തുടങ്ങിയിരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസ് രണ്ട് പ്രധാന കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ ലാൻഡ് യൂസ് പോളിസി ഉണ്ട്, നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 15 വർഷമായി. പക്ഷേ അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഈ 15 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്ന കാലാവസ്ഥയിലെ മാറ്റം, നമ്മളെ വല്ലാതെ ബാധിച്ച നിരവധി ദുരന്തങ്ങൾ, ഇപ്പോൾ ഓഖി ആയാലും പ്രളയമായാലും വലിയ വേനൽ ആയാലും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളെ ബാധിച്ചു. ഈ മണ്ണൊലിപ്പായാലും ഉരുൾപൊട്ടലായാലും ഒക്കെ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിന് പ്രയോറിറ്റി നൽകുന്നുണ്ടോ എന്ന നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന് ഒരുപാട് ചർച്ചകളും പല കോണുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ, അതിന് മറ്റ് സ്വാധീനങ്ങളൊന്നും നോക്കാതിരിക്കുക, ജനത്തിൻ്റെ സുരക്ഷ പ്രധാനമായി മുന്നോട്ട് കൊണ്ടുപോവുക, അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കുക, ഈ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മാത്രമല്ലാതെ. അങ്ങനെ ആ കാര്യത്തിൽ നമുക്ക് ഏജൻസികളില്ലാതില്ല, ഏജൻസികളുണ്ട്, സംവിധാനങ്ങളുണ്ട്, പണമുണ്ട്, ആവശ്യത്തിന് ഫണ്ടടക്കമുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായാണോ എന്നുള്ള സംശയവും പല ഘട്ടങ്ങളിലും ഉയരുന്നുണ്ട് ഇത്തരം വലിയ ദുരന്തങ്ങൾ കാണുമ്പോൾ. 3 ചോദ്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഡിസാസ്റ്റർ പോളിസി നമുക്കുണ്ടോ? 2016 പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ 16 പോളിസിയിൽ എഴുതി വെച്ചിട്ടുണ്ട് 5 വർഷത്തിലൊരിക്കൽ ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2021 അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. 24 3 വർഷമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ജലനയം 2008 ഉണ്ടാക്കിയിരുന്നു. ഞാനതിൻ്റെ ഒരു ഭാഗമായ എൻ്റെ കൺവീനർ കൂടിയായിരുന്നു. അതിലും എഴുതി വെച്ചിട്ടുണ്ട് അത് 5 വർഷത്തിലൊരിക്കൽ പുതുക്കണമെന്ന്. 13, 18, 21, 23 വർഷങ്ങളിൽ അത് പുതുക്കേണ്ടിയിരുന്നു. അതും നടന്നിട്ടില്ല. ലാൻഡ് യൂസ് പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വേറൊരു തമാശയാണ് നടന്നിട്ടുള്ള സംസ്ഥാനത്ത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്മീഷണർ, ലാൻഡ് യൂസ് ബോർഡിലൊരു കമ്മീഷണർ വരികയും അദ്ദേഹം കൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു പോസ്റ്റിലിരുന്ന അദ്ദേഹത്തെ കേരള സർക്കാർ നിർബന്ധം വിളിച്ചുകൊണ്ട് വന്നതാണ്. അദ്ദേഹത്തെ വരികയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ലാൻഡ് യൂസ് ബോർഡിൽ ചെയ്യുകയും അതുകൊണ്ട് കൂട്ടത്തിൽ അദ്ദേഹം ഒരു ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കാനുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ട് ഉണ്ടാക്കി കേരളത്തിലെ 140, അന്നത്തെ പഴയ കഥയാണ്, അന്നത്തെ 140 MLA-മാർക്ക് അയച്ചു കൊടുത്തു. നമുക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരു ലാൻഡ് യൂസ് പോളിസി കേരളത്തിന് ആവശ്യമാണ്. ഒരു 10-30 വർഷമാവും, 10-25 വർഷമാവും. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ ഉരുൾപൊട്ടലില്ല, പ്രളയമില്ല, ഇതൊന്നുമില്ല, ഓഹിയില്ല, സുനാമി ഇല്ല. സുനാമി ജസ്റ്റ് വന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് 140 MLA-മാർക്ക് അയച്ചു. ഒരു MLA-മാരും അതിനകത്ത് കമൻറ്റ് ചെയ്തില്ല, ആരും അതിനകത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ ശ്രമം മതിയാക്കി, നിർത്തലാക്കി. പിന്നെ റവന്യൂ വകുപ്പ് ഒരു ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അതൊരു വളരെ ഡ്രാഫ്റ്റായിട്ടുള്ള ഡോക്യുമെൻ്റായിട്ട് മാത്രമാണ് പോയത്. അതുകൊണ്ട് ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കുക എളുപ്പമല്ല, ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ കേരളത്തിൽ ലാൻഡ് കൈകാര്യം ചെയ്യുന്നത് സാധാരണ ജനങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇത് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല. നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിനകത്ത്, പരിസ്ഥിതിയല്ല അതിനകത്ത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 1,20,000 കോടി രൂപ ഓരോ വർഷം ഇവിടെ വരുന്നുണ്ട്. ഈ തുക മലയാളിക്ക് നിക്ഷേപിക്കുവാൻ ലാൻഡ് അല്ലാതെ വേറെ സ്ഥലമില്ല. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ പ്രശ്നമുണ്ട്, സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രശ്നമുണ്ട്, അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. മലയാളിക്ക് പേടിയാണ്. വസ്തുവിലും വാഹനങ്ങളിലും അല്ലാതെ, കല്യാണ മണ്ഡപങ്ങളിലും അല്ലാതെ മറ്റൊരു കാര്യത്തിൽ പണം നിക്ഷേപിക്കുവാൻ മലയാളിക്ക് പേടിയാണ്. ആ പേടിയുള്ളത് കൊണ്ട് എല്ലാ പണവും കൊണ്ട് നിക്ഷേപിക്കുന്നത് ലാൻഡിലാണ്, റിസോർട്ടുകളിലാണ്, കോറിയിലാണ്, മണൽ ഊറ്റുന്ന ഈ കാര്യങ്ങളിലാണ് മുതലാളിമാരും കാശുള്ളവരും പണം മുടക്കുന്നത്. അങ്ങനെ മുടക്കുന്നത് കൊണ്ടാണ് ഒരുപാട് വീടുകൾ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് മണൽ ഒരുപാട് ഊറ്റേണ്ടി വരുന്നത്, പാറ ഒരുപാട് പൊട്ടിക്കേണ്ടി വരുന്നത്, ചുടുകല്ല് ഒരുപാട് ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇതെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സമീപനങ്ങളുടെയും സാമൂഹ്യമായ പ്രശ്നങ്ങളുടെയും ഭാഗമാണ്. അത് പരിസ്ഥിതിയുടെ ഭാഗമല്ല. ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കുക എളുപ്പമല്ല. ഞാൻ ഉദാഹരണം പറയാം. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന റീജിയൻ ഞാൻ നേരിട്ട് പോയി സർവേ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. 120ഓളം 100ഓളം റിസോർട്ടുകളുണ്ട് അവിടെ, എല്ലാ ഭാഗത്തു കൂടി. അതിൽ പലതും അനധികൃതമാണ്. അനധികൃതമായ റിസോർട്ടുകളെ നമ്മൾ ലാൻഡ് യൂസ് പോളിസിയൊക്കെ ഉണ്ടാക്കിയാൽ ക്രമീകരിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇടുക്കിയിൽ എന്തുമാത്രം ഭൂമിയാണ്, സർക്കാർ ഭൂമി അനധികൃതമായി പലരും കൈവശം വച്ചിരിക്കുന്നത്. ലാൻഡ് യൂസ് പോളിസി വന്നാൽ ഇത് അനുവദിക്കാൻ പറ്റുമോ? ലാൻഡ് യൂസ് പോളിസി വന്നു പോയാൽ, അങ്ങനെ ലാൻഡ് യൂസ് പോളിസി വന്ന് അത് ഗസറ്റ് വിജ്ഞാപനമൊക്കെ വന്നാൽ ഓരോ തുണ്ട് ഭൂമിയിലും എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ പലയിടത്തും അങ്ങനെ പറയുന്നുണ്ട്. ചൈനയിൽ നിങ്ങൾ കൃഷിഭൂമി വെറുതെ ഇട്ടേക്കാൻ പറ്റത്തില്ല, സർക്കാർ എടുത്തുകൊണ്ട് പോകും. ജപ്പാനിൽ നിങ്ങൾ കൃഷി എന്ത് ചെയ്യണമെന്ന് ഗവൺമെൻറ് പറയും, ഏത് കൃഷി ചെയ്യണമെന്ന്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങൾ അങ്ങനെയില്ല. നമുക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ അത് വെറുതെ ഇട്ടേക്കാം, തരിച്ചിടാം, നമുക്ക് ആഴത്തിൽ കുഴിക്കാം. ഭൂഗർഭ വകുപ്പിൻ്റെ ഒരു കൺസേണോടെ കിട്ടിയാൽ ഒരുപാട് കുഴിക്കാം. വല്ലാത്ത ഖനനം ചെയ്യാൻ പറ്റില്ല, എന്നാലും കുറേ ഖനനം ചെയ്യാം. വല്ലാതെ കെട്ടിപ്പൊക്കാം, കെട്ടി മാറ്റാം, എന്തും ചെയ്യാം. നമുക്ക് ഭൂമി അവന് കൈവശാവകാശം ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും
അതൊരു സർവ്വതന്ത്ര സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള ധാരണയിലാണ് മനുഷ്യർ ഇടപെടുന്നത്. അങ്ങനല്ല ഭൂമിയെന്നും അത് കൈവശാവകാശം മാത്രമേ ഉള്ളൂവെന്നും അത് പൊതു താല്പര്യത്തിന് ഉപയോഗിക്കേണ്ടതാണെന്നും ഫെർട്ടൈൽ ലാൻഡ് കൃഷിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് സർക്കാർ തിരിച്ചെടുക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കണം നമുക്ക്. അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ലാൻഡ് യൂസ് പോളിസി ഗൗരവമായൊരു ആക്റ്റീവ് പോളിസി ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഉദ്യോഗസ്ഥ സംവിധാനത്തിനോ കൈ പൊള്ളുന്നതാണ് ആ നയം. അതിപ്പോൾ ഏത് സർക്കാർ വന്നാലും അത് ഞാൻ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിസ്റ്റമല്ല, കഴിഞ്ഞ ഏത് സർക്കാരിൻ്റെ സിസ്റ്റം വന്നാലും നാഷണൽ സിസ്റ്റം ആയാലും ശരി, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനോ നമ്മുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനോ ഈ പറഞ്ഞ കൃത്യമായൊരു ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കി വ്യവസ്ഥിതിയെ വ്യവസ്ഥാപിതമാക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. വ്യവസ്ഥിതിയെ വ്യവസ്ഥാപിതമാക്കണമെന്ന് നിർബന്ധമില്ല. വ്യവസ്ഥിതി ചാവോസായിട്ട് നിന്നാൽ മാത്രമേ, സംഘർഷാത്മക വ്യവസ്ഥിതിയിൽ മാത്രമേ ഈ സാധ്യതയുള്ളൂ. നിരക്ഷരരുള്ളിടത്തെ സാക്ഷരതാക്കാരന് ജോലിയുള്ളൂ എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ സാക്ഷരതാ പ്രവർത്തകർക്ക് ജോലിയില്ലല്ലോ, വേറെ തിയറിയാണത്. എന്ന് പറഞ്ഞ പോലെ ഉണ്ടെങ്കിലേ ദാരിദ്ര്യ രേഖയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഡെമോക്രസിയിൽ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളുമാണ് നമ്മുടെ സംവിധാനത്തെയും വികസനത്തെയും പ്രൊഫൈലുള്ളതാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇത് അടുക്കിപ്പറക്കി സിസ്റ്റമാറ്റിക് ആക്കുവാനുള്ള ശ്രമങ്ങൾ ആര് തുടങ്ങിയാലും അവരെ കൈകൾ പൊള്ളിയതായിട്ടാണ് ഇവിടെ അതിന്റെ ഇരകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഇരകളാണ് അവരുടെ അജ്ഞാതരായ കുറേ ആളുകൾ. അവരാരൊക്കെയാണെന്ന് അവരുടെ ഉറ്റവർക്കോ ഉടയവർക്കോ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവർ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ശ്രീ സതീഷ് ഗോപി, നമ്മൾ ഇനിയും മാറി ചിന്തിക്കണം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രകൃതി ദുരന്തങ്ങളെ ഒഴിവാക്കാനാവില്ല, അതിൻ്റെ ആഘാതം കുറയ്ക്കാനാകും നമ്മൾ ശ്രമിച്ചാൽ. അതിനുള്ള പ്രയോറിറ്റി നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കണം. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടാകും, പക്ഷേ മറ്റ് പല ലോകരാജ്യങ്ങളും ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ അതിന് കൂടുതൽ പരിഗണന നൽകുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങളും അവിടുത്തെ ജനവിഭാഗം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു നാട്. അവിടെ ചില ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ പണിയുന്നു, പാറക്കോറുകൾ തുറക്കുന്നു, അവർക്കവിടെ ആവശ്യം പോലെ അവരതിന് പണസമ്പാദന മാർഗമാക്കുന്നു. പക്ഷേ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ സാധാരണക്കാരായ, നമുക്കവിടെ അറിയാം, അവിടെ മരിച്ചവരൊക്കെ അധ്വാനിച്ച് അവിടെ കൃഷിയൊക്കെ നടത്തി അവിടെ എങ്ങോട്ടും പോയി ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിച്ച് മരിച്ച ആളുകളാണ് ഈ ദുരന്തത്തിൻ്റെ ഇരകളെന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെ, പ്രകൃതിയെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്തുമ്പോഴും. സതീഷ് ഗോപി, നോക്കൂ ശ്രീ രഞ്ജിത്ത്, ഇത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. അത് പറഞ്ഞത് വളരെ ശരിയാണ്. മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ദുരന്തമാണ്. ഈ ദുരന്തത്തിന്റെ തീവ്രത അതിഭീകരമാണ്. അതായത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മരണസംഖ്യ ഒരു ദുരന്തത്തിലും ഇത്രയേറെ വർദ്ധിച്ചിട്ടില്ലാത്ത ഒരു തരത്തിലാണ് ഇപ്പോൾ ഈ ദുരന്തം കാണുന്നത്. ഏകദേശം ഇന്നിപ്പോൾ വൈകുന്നേരത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത എന്ന് പറയുന്നത് 500ഓളം ആകുന്നു മരണം എന്നുള്ള രീതിയിലാണ്. അതിൽ 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇത് വളരെ വിഷമകരമായ ഒരവസ്ഥയാണ്. വൈകുന്നേരം ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ കൂട്ട സംസ്കാരമൊക്കെ കാണിച്ചത് അത് ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ വളരെ ആഴത്തിലുള്ള മുറിവ് സൃഷ്ടിക്കുന്ന രീതിയിലാണ്. മാധ്യമങ്ങൾക്ക് ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥ മാധ്യമധർമ്മം നിർവഹിച്ചത് ഈ ഒരു ദുരന്ത മേഖലയിലാണെന്നത് എടുത്തു പറയാതെ വയ്യ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ മാധ്യമങ്ങൾ പടിയിറങ്ങും, മലയിറങ്ങും. അതോടുകൂടി മലയാളിയുടെ മനസ്സിൽ നിന്നും ഈ ദുരന്തവും പടിയിറങ്ങുമോ എന്നൊരു ചോദ്യമാണുള്ളത്. അപ്പോൾ ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് മാധ്യമങ്ങൾ എന്ത് ധർമ്മമാണോ ഇപ്പോൾ സ്വീകരിച്ചത് അതേ ധർമ്മത്തിൽ ഊന്നി തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഇതിന് മുൻപ് ദുരന്തമുണ്ടായ കവളപ്പാറ, പിന്നീട് പുത്തുമല, ആ പ്രദേശത്ത് പെട്ടിമുടി, ആ പ്രദേശത്തുണ്ടായ ദുരന്തത്തിൽ ഇരയായവർക്ക് ഇന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഗവൺമെന്റ് പിന്നീട് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ വാങ്ങിക്കൊടുക്കാൻ ഇന്നും കിട്ടാൻ ആൾക്കാരുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിങ്ങൽ വരികയാണ്. ഇവിടെ അതുണ്ടാവാൻ പാടില്ല. മാധ്യമങ്ങൾ അവരുടെ ധർമ്മം, പിന്നീട് അവരുടെ ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫോളോ അപ്പ് മാധ്യമങ്ങൾ നടത്തണം.
മാധ്യമം മലയിറങ്ങിയാൽ മലയാളിയുടെ മനസ്സിൽ നിന്നും ഇത് മായും. അത് വരരുത് ദയവ് ചെയ്ത്. അതാണ് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ദുരന്തത്തിൻ്റെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. അതായത് റെസ്പോൺസ് കഴിഞ്ഞു, ഇനി റിക്കവറി സ്റ്റേജാണ്. ഈ റിക്കവറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണം, അവർക്ക് പുനരധിവാസത്തിന് സ്ഥലമൊരുക്കണം, അവർക്ക് ഭക്ഷണവും വൈദ്യസഹായവും നൽകണം. അത് മാത്രമല്ല, ഒരു ദുരന്തം നേരിൽ കണ്ട അവരുടെ മനസ്സിൽ വളരെയധികം മുറിവുകളുണ്ട്, മാനസിക ആഘാതമേറ്റവരാണ്. അവരെ സൈക്കോളജിക്കലി കൗൺസിലിംഗ് കൊടുത്ത് സാധാരണ രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവരണം. അവർക്ക് ദയയും സ്നേഹവും സന്തോഷവും കൊടുത്ത് അവരുടെ മനസ്സിലുള്ള മുറിവുകൾ മാറ്റി അവരെ സാധാരണ നിലയിലോട്ട് നമ്മൾ കൊണ്ടുവരണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നീട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ആ 4ാമത്തെ ഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലോ പ്രോസസ്സാണ്. ആദ്യത്തത് 3 വളരെ സ്പീഡിൽ പോവും, ഏറ്റവും ലാസ്റ്റ് റിക്കവറി എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. ഇതിൽ അവർക്ക് പിന്നീട് ദിവസവും അവർക്ക് കഴിയേണ്ട ഉപജീവനം നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം ഉണ്ടാക്കണം. അതുപോലെ അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അത് അവർക്ക് വീടുകളെല്ലാം വച്ച് കൊടുക്കാൻ ഒരു ടൈം ഫ്രെയിം എടുക്കും. ആ ടൈം ഫ്രെയിം വരെ അവരെ ഇതുപോലെയുള്ള ഗ്രൂപ്പായിട്ട് കൊണ്ട് ഏതെങ്കിലും ഹാളിൽ ഇടുന്നതിന് പകരം അവർക്ക് അനുയോജ്യമായ പിന്നീട് താമസത്തിനുള്ള സ്ഥലം നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് നമ്മുടെ സർക്കാരിന്റെ കടമ തന്നെയാണ്. അതിൽ വീഴ്ച വരാൻ പാടില്ല. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, എല്ലാ വർഷവും നമ്മുടെ കോസ്റ്റൽ മേഖലയിലെ മൺസൂൺ കാലഘട്ടത്തിൽ കടല് വളരെ രൂക്ഷമായി അവിടെയുള്ളവർക്ക് പാർപ്പിടമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ചില ഷെഡിലൊക്കെ കിടക്കുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ 2018 ഓഖി ദുരന്തത്തിന്റെ ബാക്കി പത്രം തന്നെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ആവരുത് ഈ ദുരന്തം. ഇതൊരു മഹാദുരന്തമാണ്. കേരളത്തിലെ മലയാളികളുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തമാണ്. ഇത് മാൻമെയ്ഡാണ്, നമ്മളാണ് ഇതിന് കാരണക്കാർ. അപ്പോൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കളയാതെ ഈ ദുരന്തത്തിൽപ്പെട്ട പിന്നീട് രക്ഷപ്പെടുത്തിയ അവിടുത്തുകാർ, അവരുടെ പിന്നീട് സഹോദരങ്ങൾ മരിച്ചിട്ടുണ്ടാകും, അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിട്ടുണ്ടാകും, അവരുടെ സുഹൃത്തുക്കൾ മരണപ്പെട്ടിട്ടുണ്ടാവും. ആ മരണത്തെയൊക്കെ നേരിട്ട് കണ്ട അവരുടെ മനസ്സിന്റെ ആ ഒരു മാനസികാവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് സ്ലോലി അവരെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നീട് വീടും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ആ ഭക്ഷണം അവർക്ക് കൊടുക്കണം, പാർപ്പിടം, വസ്ത്രം, വൈദ്യസഹായം, ഇതിനെല്ലാം മുൻഗണന കൊടുക്കണം. അതുപോലെ ഈ ദുരന്ത മേഖലയിൽ ഇനി ആ മേഖല പിന്നീട് സാധാരണ നിലയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ മേഖലയിൽ വിണ്ടുകീറി ഭൂമിയിലും ഒരു വലിയൊരു ദുരന്തത്തിന്റെ മാർക്കുകളുണ്ട്. ആ മാർക്കുകളെല്ലാം മാറ്റി അവിടെ പഴയതുപോലെയാക്കണം, ഭൂമി പഴയതുപോലെയാക്കണം. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞതുപോലെ ഇനിയുള്ള ഇതേപോലെയുള്ള ഫ്രജൈൽ മേഖലയിൽ, പിന്നീട് പരിസ്ഥിതി ലോല മേഖലയിൽ ഒരു ദുരന്തത്തിന് കൂടെ സാക്ഷിയാകാത്ത രീതിയിൽ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കണം, അത്യാവശ്യമാണ്. കാരണം കേരളത്തില് 2015 മുതൽ 2022 വരെ 2239 ലാൻഡ് സ്ലൈഡാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിലാണെങ്കിലോ 3784. ഇന്ത്യയിൽ ആകെ 3784 ലാൻഡ് സ്ലൈഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ 2239 ലാൻഡ് സ്ലൈഡാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം കേരളം ഒരു ഹൈലി പ്രോൺ ടു ലാൻഡ് സ്ലൈഡ് എന്നാണ്. അതായത് 49.7% ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ് എന്ന് അവരുടെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചു. അപ്പോൾ ഇത് വളരെ ഗുരുതരമായി നമ്മൾ കാണണം. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള മേഖല, അതായത് ശ്രീ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം എഴുതിയ റിപ്പോർട്ടിൽ പറയുന്ന പോലെ അങ്ങനെയുള്ള ഏരിയയിൽ അനധികൃത ക്വാറിയിങ് ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ വയനാടിൽ 200-ലേറെ അനധികൃത ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് 2020 ഒരു പത്രം
തിരിച്ചു വരാം സർ, തിരിച്ചു വരാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ഇവിടെ. ശ്രീ ശങ്കർ, ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ദുരന്തത്തിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു ന്യായം, ഈ പറഞ്ഞ മുണ്ടക്കൈ മേഖല ദുരന്തത്തിൻ്റെ പരിധിയിൽ പെടുന്ന അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയല്ല എന്ന് ഒരു ഭാഗത്ത് നിന്ന് ചില വാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ കേരളത്തിലെ ഒരു ഭാഗത്തെയും അങ്ങനെ പറയാൻ പറ്റാത്ത പശ്ചാത്തലം ഉണ്ട്. കാരണം കാലാവസ്ഥാ മാറ്റം അത്രത്തോളം വലുതാണ്. നമ്മുടെ ഈ മേഖല എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഇനിയും വേണ്ടത് ഇത്തരം സ്ഥലങ്ങളിൽ മനുഷ്യവാസം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, ജനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അവർ വർഷങ്ങളായി, പക്ഷേ അവർ സാധാരണ മനുഷ്യരാണ്, വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലമാണ്, അവിടെ കൃഷിയും മറ്റ് ജീവനോപാധികളുമായി അവർ മുന്നോട്ട് പോകുന്ന പ്രദേശമാണ്. അപ്പോൾ അവരെ ഇത്തരം സ്ഥലങ്ങളിൽ എന്തു ചെയ്യണം, അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇറങ്ങിത്തിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അതുപോലെ തന്നെ ഒരു രൂപരേഖ ഈ വയനാടുമായി ബന്ധപ്പെട്ട്, എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും അത് പ്രാവർത്തികമാക്കുകയും വേണം എന്നുള്ളതും പ്രധാനമല്ലേ? അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ 2018 ഈ പ്രളയം വന്നതിൻ്റെ, പുത്തുമല ദുരന്തം വന്നതിന് ശേഷം ഐക്യരാഷ്ട്രസഭയുമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ്, ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പുമായിട്ട് സംഘടിപ്പിച്ച UN ഷെൽട്ടർ ഹബ്സ് എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ വയനാട് 3 ഭാഗങ്ങളിൽ നമ്മൾ ഷെൽട്ടർ ഹബ്ബുകൾ രൂപീകരിക്കുകയും വ്യാപകമായിട്ട് അതിൻ്റെ അവലോകനം നടക്കുകയും അതിൻ്റെ ദുരന്ത സാധ്യതകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് വലിയൊരു പ്രവൃത്തി നമ്മൾ ഏറ്റെടുത്തിരുന്നു. അതിന് മാതൃകയായിട്ടുള്ള ചില കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തിരുന്നു. പക്ഷേ അതല്ല വേണ്ടത്, അത് ജനകീയമായ പ്രവൃത്തിയായിരുന്നു. ഒട്ടനവധി ആയിരക്കണക്കിന് വീടുകളിൽ നമ്മൾ ഈ ഒരു സന്ദേശം ഏൽപ്പിക്കാനായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുമായിട്ട് ചേർന്ന UN ഷെൽട്ടർ ഹബ്ബ് ചെയ്തിരിക്കുന്നത്. ഒരു വിശിഷ്ട ഒരു പ്രവൃത്തിയായിരുന്നു, വളരെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വയനാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ട കാഴ്ചയിൽ. മുണ്ടക്കൈ സുരക്ഷിതമായ ഒരു മേഖലയാണെന്നുള്ള നമ്മുടെ ഒരു മുൻവിധി മാത്രമാണ്. നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഭൂഭാഗത്തെ നോക്കിയാൽ അറിയാം, വലിയ മലം ചരിവിൻ്റെ തൊട്ടടുത്തുള്ള നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത ഒരു ലാൻഡാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അതിൻ്റെ തൊട്ട് മുകളിലുള്ള മലനിരക്കിൽ നിന്ന് പെട്ടെന്ന് ഈ വന്ന അശനിപാതം പോലെ പതിച്ച വെള്ളത്തിൻ്റെ അധികമായ പ്രവാഹം, ജലപ്രവാഹം, അതാണ് ഈ തീരം തകർത്ത് ഒഴുകി മുണ്ടക്കൈ എന്നുള്ള ആ ഒരു പ്രദേശത്തെ ചൂരൽമലയെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് മുൻപോട്ട് ഒഴുകുകയും സൂചിപ്പാറ വഴി അവസാനം പൊത്തുകല്ല്, അതിനപ്പുറം നിലമ്പൂരിലേക്ക് ചെന്ന് പ്രവഹിച്ച് ജലപ്രവാഹം ഉണ്ടായത്. ഈ ജലപ്രവാഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതികഠിനമായിട്ടുള്ള സമ്മർദ്ദമുള്ള ഇതായിട്ടാണ് കംപ്ലീറ്റ് നശിച്ചു പോയത്. നമുക്ക് അത്തരം പ്രദേശങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാൻ ഇപ്പോഴത്തെ ആധുനിക സംവിധാനം കൊണ്ട് കഴിയും. നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അതൊക്കെ വെച്ച് തീർച്ചയായിട്ടും കഴിയും. നമുക്ക് ഈ ദുരന്ത സാധ്യതയുള്ള മേഖല കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അവിടെ ആ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കൃത്യമായ ഇടപെടലുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതറിയാവുന്ന ദുരന്ത സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഇതിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റി വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ പിൻബലത്തിലുള്ള ഒരു അനുഭവ സാക്ഷ്യങ്ങളുടെ പിൻബലത്തിലുള്ള ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ ഒരു പുത്തൻ പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന്. ഇനിയും ഞാൻ പറയുന്നത്, ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഈ ഇപ്പം വന്ന ജലപ്രവാഹം അടുത്ത വർഷം ഉണ്ടാവും. കാരണം അതിവൃഷ്ടി എന്ന് പറയുന്നത് ഒരു കലണ്ടർ ഇവൻ്റായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്കുള്ള തീർച്ചയായിട്ടും ഈ പുനരധിവാസത്തിൻ്റെ സന്ദേശം എത്തിക്കണം. ആ അപകടകരമായ മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക വീട് മാത്രമല്ല, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പറയുന്നത് ചില ഓരോ ദുരന്തവും വലിയ സാധ്യതകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സാധ്യത, നമ്മൾ വീടല്ല വെച്ച് കൊടുക്കേണ്ടത്, 4 ചുമരുകളുള്ള വീടുകളല്ല വെച്ച് കൊടുക്കേണ്ടത്, അവരുടെ ജീവിതം രണ്ടാമത് പരിപിടിപ്പിക്കാനുള്ള ഒരു പരിപ്രേക്ഷ്യം, അത് വീട് ഉൾപ്പെടുന്ന ഒരു പരിപ്രേക്ഷ്യം, അതാണ് തീർച്ചയായിട്ടും തൊഴിൽ സാധ്യതകളൊക്കെ നിർത്തി അവർ ജീവനോപാധികൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിപ്രേക്ഷ്യം ആണ് മലയാളികൾ ആഗ്രഹിക്കുന്ന, കേരളം ആവശ്യപ്പെടുന്നു, വയനാട്ടിലെ കരയുന്ന മക്കളും ആവശ്യപ്പെടുന്നു. തീർച്ചയായും. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇവിടെ നമുക്ക് ഈ ദുരന്ത മേഖല ഏത്, ദുരന്തം ബാധിക്കാത്ത മേഖല ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു സ്ഥിതി കൂടി കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ വന്നിട്ടുണ്ടല്ലോ. കാരണം പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെള്ളം കയറുന്നു. ഇപ്പോൾ മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പറയുകയായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായതിന് ഏതാണ്ട് അടുത്ത് തന്നെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു.
കേരളത്തിൽ. അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ കൂടി നമ്മുടെ പ്രകൃതിയുടെ മാറ്റത്തിൽ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി മുന്നോട്ട് ചിന്തിക്കേണ്ടത്, എങ്ങനെ നമ്മൾ ഇതിനെ നേരിടണം എന്ന കാര്യങ്ങളിലൊക്കെ ഗൗരവതരമായ ആലോചനകളും വേണം. തീർച്ചയായും നമ്മൾ ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നമ്മുടെ മുന്നിൽ സാധ്യതകളും നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം 20 ഡിഗ്രി സ്ലോപ്പിന് മുകളിൽ, കറക്റ്റ് കുറച്ചുകൂടി ആക്യുറേറ്റായിട്ട് പറഞ്ഞാൽ 22 ഡിഗ്രി സ്ലോപ്പിന് മുകളിൽ തീർച്ചയായിട്ടും ഉരുൾപൊട്ടൽ സാധ്യത മേഖല തന്നെയാണ്. എന്ത് ബഹളം ഉണ്ടാക്കിയാലും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ 22 ഡിഗ്രിക്ക് മുകളിലുള്ള പ്രദേശങ്ങളിൽ, ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഭൂവിനിയോഗമായാലും കൃഷിയായാലും കെട്ടിടങ്ങളായാലും അനുവദനീയമല്ല. മനുഷ്യൻ്റെ ഇടപെടൽ, ഇൻ്റർവെൻഷൻ അനുവദനീയമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ലാൻഡ് എന്ന് പറഞ്ഞ പ്രഷ്യസ് ഐറ്റം ആയതുകൊണ്ട് എല്ലാവരും ലാൻഡിൽ പ്രഷർ കൊടുക്കുകയാണ്. ലാൻഡിൻ്റെ പ്രഷറിൽ നിന്ന് മലയാളി കൈമാറ്റണം. എന്നാണോ ലാൻഡിൻ്റെ പ്രഷറിൽ നിന്ന് കൈമാറ്റം, അന്ന് ഈ ദുരന്തങ്ങൾ പകുതിയാകും. ലാൻഡിൻ്റെ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ മലനാട് പ്രദേശത്ത് വീണ്ടും റിസോർട്ട് വരുന്നു, വീണ്ടും സമ്മർദ്ദം വരികയാണ്. ഇപ്പോൾ കോറി ഇതിന് മുമ്പ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ്റും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 വർഷം മുമ്പുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു, കോറി ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും അതിനാവശ്യമായ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. തീർച്ചയായും അങ്ങനെയൊക്കെ ചിന്തിക്കാം. നമ്മൾ കോറി വിരുദ്ധരൊന്നുമല്ല, അല്ലെങ്കിൽ കോറി മാഫിയ അങ്ങനത്തെ ചിന്തയുള്ള ആളൊന്നുമല്ല ഞാൻ. കോറി വേണം, പാറ വേണം, പക്ഷേ എവിടെ, എങ്ങനെ, എത്ര അളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമല്ലോ. അല്ല, നിർമ്മാണ പ്രവർത്തനം നമ്മൾ വിഴിഞ്ഞം തുറമുഖം വേണം, പാറ വേണില്ല എന്ന് വെച്ചാൽ പറ്റത്തില്ലല്ലോ, അത് പറ്റത്തില്ല. പക്ഷേ എത്ര, എവിടെ, എങ്ങനെ, ഏത് അളവിലെടുക്കണം, എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ മണലായാലും കോറിയായാലും ഭൂമിയായാലും എത്ര എങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള യാഡ് സ്റ്റിക്കുകളും ഇൻഡിസൈസുകളും സൂചകങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഭൂപടത്തെക്കുറിച്ച് കൂടി നേരത്തെ ശങ്കർ സാറും പറഞ്ഞു, ഭൂപടങ്ങൾ ഉണ്ടാകാം എന്ന് സാർ, എനിക്ക് അത്ര അറിയില്ല എന്ന് സാർ പറഞ്ഞു. അത് സാറിൻ്റെയും കൂടെ അറിവിലേക്ക് പറയുകയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ സെൻറ്റർ ഫോർ റിസർച്ച് സ്റ്റഡീസ്, പഴയ സെസ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന കാലമാണ്, 90കളിൽ അവിടെ നിന്നാണ് ഈ ഭൂപടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 2 ഭൂപടത്തിൻ്റെയും പരിമിതി 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 500 മീറ്റർ എന്നാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഭൂമിയിലെ 500 മീറ്റർ സ്ഥലത്ത് കാണുന്ന കാര്യങ്ങളെ 1 സെൻറ്റിമീറ്റർ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ സ്ഥലത്താണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് പോരാ. കാര്യം 500 മീറ്റർ സ്ഥലത്ത് കുറേ കുടുംബങ്ങൾ കാണും, വീടുകൾ കാണും, ഉരുൾ പൊട്ടുന്ന സ്ഥലം കാണും, പൊട്ടാത്ത സ്ഥലം കാണും, സ്ഥാപനങ്ങൾ എല്ലാം കാണും. അതെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല 1 സെൻറ്റിമീറ്ററിനകത്ത്. അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം മാർക്ക് ചെയ്ത് വയ്ക്കും. അതേസമയം 1 സെൻറ്റിമീറ്റർ തുകം ഈക്വൽ ടു 40 മീറ്റർ എന്ന കണക്കിൽ 40 മീറ്റർ സ്ഥലത്തിന്, ഭൂമിയിലെ 40 മീറ്റർ സ്ഥലത്തിന് 1 സെൻറ്റിമീറ്റർ സ്ഥലം ഭൂപടത്തിൽ കൊടുത്താൽ കുറേ അധികം കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള മൈക്രോ ലെവൽ, കഡസ്ട്രൽ ലെവൽ, വില്ലേജ് ലെവൽ ഭൂപടം ഉണ്ടാക്കണമെന്ന് 90കളിലെ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട്, ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ടിലെ ഏറ്റവും മേജറായൊരു റെക്കമെൻഡേഷൻ, ഇനി കേരളത്തിൽ ലാൻഡ് സ്ലൈഡുകൾ കൂടി വരുന്നത് കൊണ്ട് ലാൻഡ് സ്ലൈഡ് പ്രോൺ മാപ്പിംഗ് നടക്കണം, അതിൻ്റെ സ്കെയിൽ ഇതായിരിക്കണം, തോത് ഇതായിരിക്കണം എഴുതി വച്ചിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പടം വെച്ചോ ഈ GIS വെച്ചിട്ടോ മറ്റ് സംവിധാനങ്ങൾ വെച്ച് മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വളരെ മൈക്രോ ലെവലിലുള്ള ഡാറ്റ ആവശ്യമുണ്ട്. ഇനി നമുക്ക് മഴയുടെ കണക്ക്, IMDയുടെ 3 സ്റ്റേഷൻ മാത്രമാണ് ഇവിടെയുള്ളത്, വയനാട് ജില്ലയിലുള്ളത്. മറ്റ് പ്രൈവറ്റ് ഏജൻസികൾക്കുണ്ട്, ഓക്കെ, പക്ഷേ IMDയുടെ 3 സ്റ്റേഷനേ ഉള്ളൂ. ബാക്കി ഉള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ വേറൊരു മറ്റൊരു ദുരന്തം, ഈ ഒരുപാട് സ്റ്റേഷനുകൾ, ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് അത് ഒരിടത്തും ക്രോഡീകരിക്കപ്പെടുന്നില്ല. ജില്ലാതലത്തിലോ പഞ്ചായത്ത് തലത്തിലോ സംസ്ഥാന തലത്തിലോ ക്രോഡീകരിക്കപ്പെടുന്നില്ല ആ ഡേറ്റ. അങ്ങനെ ക്രോഡീകരിക്കാത്തതുകൊണ്ട് മഴയുടെ ഡേറ്റ താഴേക്ക് പോകുന്നതിൽ പ്രശ്നമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളെ പഠിച്ചു വയ്ക്കുന്നതിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഡേറ്റകളുടെ ഒരു കുറവ് പ്ലാനിംഗ് പ്രോസസ്സിൽ വളരെ വലുതാണ്. ആ ഡേറ്റയുടെ കുറവുള്ളത് കൊണ്ടും മുന്നറിയിപ്പുകൾ കൊടുക്കാത്തത് കൊണ്ടും, ആളുകൾക്ക് മുന്നറിയിപ്പെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഉടനെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തോ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തോ അത്തരം ചർച്ചകൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ താല്പര്യം ജനങ്ങൾക്ക് വളരെ കൃത്യമായി ശാസ്ത്രീയമായി മുന്നറിയിപ്പ് കൊടുക്കുകയും അങ്ങനെ അവർ മാറിയില്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അവരെ മാറ്റുകയും വീണ്ടും സാമൂഹ്യ സമ്മർദ്ദം കൊടുക്കുകയും അവരെ മാന്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യുകയും, ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. സ്കൂളുകളിലേക്കല്ല, വളരെ മാന്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്താൽ, ഉദാഹരണം UK, യുണൈറ്റഡ് കിങ്ഡത്തിൽ
ബ്രിട്ടനിൽ ഒരിക്കലൊരു അപകടം ഇതുപോലെ ഡിസാസ്റ്റർ വന്നപ്പോൾ അവരെ അവിടുത്തെ ഹോട്ടലുകളിലേക്കാണ് മാറ്റിയത്. അവർക്ക് സിം കാർഡ് വരെ എടുത്തു കൊടുത്തു, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അവർ ഓർഡർ ചെയ്താൽ അവർക്ക് കോഫി കിട്ടും, ചായ കിട്ടും, വേണ്ട ഫുഡ് കിട്ടും. ആ നിലയിൽ അവരുടെ ഡിഗ്നിറ്റി കൂടി മാനിച്ചുകൊണ്ട് നമ്മൾ അടുത്തുള്ള സ്കൂളിൽ പോകൂ, ആ സ്കൂളിൽ ക്യാമ്പ് നടത്തുക, നാട്ടുകാർ ഭക്ഷണം കൊണ്ടുവരിക, അവിടെ ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രവും ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ നീഡായി എന്നാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. അങ്ങനെയല്ല. ഡിഗ്നിറ്റിയോടുകൂടി കുടുംബത്തിൽ താമസിക്കുന്നവർ കുറച്ചു കാലത്തെങ്കിലും മാറി താമസിക്കണമെങ്കിൽ അതേ ഡിഗ്നിറ്റി കിട്ടിയില്ലെങ്കിൽ അവർ പോകില്ല. നമ്മളായാലും പോകില്ല. ആ പോകാതിരിക്കലാണ് പല സ്ഥലത്തും കാണുന്നത്. അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. ഞാൻ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ കുറച്ച് പേരെ മാറ്റണമെന്ന് പറഞ്ഞല്ലേ, മാറണമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അവിടുത്തെ റിസോർട്ടുകളിൽ, അവിടുത്തെ ഹോട്ടലുകളിൽ, അവിടുത്തെ ദുരന്തബാധിതമല്ലാത്ത വീടുകളുണ്ടല്ലോ, ആ വീടുകളിൽ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അല്ല വർഷം മുഴുവൻ മാറി താമസിക്കണ്ടല്ലോ. ആ ദിവസങ്ങളിൽ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ടോ അവർക്ക് വാടക കൊടുത്തുകൊണ്ടോ അവരെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് അവർക്ക് പൈസ കൊടുത്താൽ മതി, അവർ ഭക്ഷണം കഴിച്ചോളും. നമ്മൾ ഈ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ നിന്നെല്ലാം പിരിവെടുത്ത് ഇത്രയും ബഹളത്തിൽ നിന്ന് പോകേണ്ട ഒരു കാര്യമില്ല. തിരിച്ച് ചിന്തിക്കുക. നമ്മുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അടിമുടി പ്രൊഫഷണൽ ആകേണ്ട സമയം കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ശ്രീ സതീഷ് ഗോപി, ഇവിടെ നമ്മൾ ഈ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കൊപ്പമുള്ള നമ്മുടെ ആളുകളിൽ ഒരു വലിയ വിഭാഗം കാലാവസ്ഥ അഭയാർത്ഥികളായി മാറുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ ദുരന്തങ്ങൾ വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ സ്കൂളുകളിലേക്കൊക്കെ മാറി സ്ഥിരമായി തന്നെ ഇത്തരം അവസ്ഥകളുള്ള പല ആളുകളുമുണ്ട്. അവിടെയാണ് മാന്യമായ പുനരധിവാസം ഉറപ്പിക്കണം. അതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് അടക്കമുള്ള മാർഗങ്ങളുണ്ട്. കാരണം ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് ഉറ്റവരൊക്കെ അവരുടെ കൺമുമ്പിൽ ഒലിച്ചുപോയ ആളുകൾ ഇനി എങ്ങനെ മുന്നോട്ട് എന്ന വലിയ ചോദ്യമുണ്ട്. നമ്മൾ ഈ പണം ഒരുപാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നു, ഒരുപാട് ആളുകൾ, സുമനസ്സുള്ള ആളുകൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. ഒന്നിനും പഞ്ഞമില്ലാത്ത അവസ്ഥ നമ്മുടെ നല്ല മനസ്സുകൊണ്ട്, മലയാളികളുടെ നല്ല മനസ്സുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷേ അതൊന്നും പോരാ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്. അവർക്ക് അവരുടെ അടിസ്ഥാനപരമായ മറ്റൊരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായ ഈ പെട്ടിമുടി പോലെയുള്ള സ്ഥലങ്ങളിൽ പുനരധിവാസമൊക്കെ എങ്ങനെ എഫക്റ്റീവായി നടന്നു. ഇപ്പോഴും പരാതികളുണ്ട് അത്തരം മേഖലകളിൽ. അതൊക്കെ പരിഹരിക്കണം എന്നുള്ളതും ഒരു പ്രയോറിറ്റിയായി എടുക്കണം. തീർച്ചയായും രഞ്ജിത്ത്, നമുക്ക് എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്റ്റോടുകൂടി കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ധാരണ നമുക്കില്ല. അത് വിടാം. കുറേ പിഴവുകൾ വരും. പക്ഷേ പിഴവുകൾ ഇല്ലാതിരിക്കാനുള്ള മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് സാർ അവസാനം പറഞ്ഞു നിർത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഇവരെയെല്ലാം മാറ്റിപ്പാർപ്പിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് എന്നും ഫുഡ് കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം എന്ന ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവർ നേരത്തെ കഴിഞ്ഞിരുന്ന അതേ രീതിയിൽ, അതേ ഒരു എന്താ പറയുന്ന ഒരു സർക്കംസ്റ്റൻസസിൽ അവർക്ക് കഴിയാനുള്ള ഒരു രീതി ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ അതത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ അവർക്ക് അതുമായിട്ട് യോജിച്ച് പോകാൻ ബുദ്ധിമുട്ട് വരും. അത് ഈ ഒരു മാനസികാഘാതം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് വീണ്ടും ഒരു മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ ഒരു മാനസിക എന്താ പറയുന്ന ഒരു ആഘാതം വീണ്ടും കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മൾ ശ്രമിക്കരുത്. സ്നേഹവും സാഹോദര്യവും ഒക്കെ കൊണ്ട് അവരെ പൊതിഞ്ഞ് അവർക്ക് പുതിയ അതായത് ഇപ്പൊ ഗവൺമെന്റ് ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. തീർച്ചയായിട്ടും സമയമെടുക്കും. അതിനൊരു നിർദ്ദേശം, ക്രിയാത്മകമായ നിർദ്ദേശം ശങ്കർ സാറിന് വയ്ക്കാൻ കഴിയും. തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഒരു സെപ്പറേറ്റ് വീടുകൾ അവർക്ക് എങ്ങനെ വച്ചു കൊടുക്കാനൊക്കെ അത് പിന്നീട് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സജഷൻ കൊടുക്കാൻ കഴിയും. ഇതേപോലെ നമ്മുടെ വിവിധ മേഖലയിലുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി, അത് എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും ശരി, പിന്നീട് ശാസ്ത്ര സമൂഹമായിരുന്നാലും ശരി, ഒരുമിച്ച് കൂട്ടി അവരുമായിട്ട് ഒരു നിരന്തരം ആശയവിനിമയം നടത്തി വേണം ഇത് ചെയ്യാൻ. അതായത് ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ ഒരിക്കലും തീരുമാനമെടുക്കരുത്. ഇത് ഒരു വൻ ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ ആഘാതം എത്രയാണെന്ന് ഇവിടുത്തെ മലയാളി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കൊരു കറുത്ത ഓർഡർ, അതായത് ഒരു ബ്ലാക്ക് ഓർഡർ ഒക്കെ കയറി വന്നു. ആ കയറി വന്ന ഓർഡർ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിഞ്ഞത് അത് ഈ മാധ്യമങ്ങളുടെ കൂട്ടായ ശ്രമം കൊണ്ടാണ്. മാധ്യമങ്ങൾ അത് ജനമധ്യത്തിൽ തുറന്നു കാണിച്ചു.
അവരത് പിൻവലിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. ഇവിടെ നമുക്ക് വേണ്ടത് ആ ഏരിയയിലോട്ട് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള നിലയിലൊന്നും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ എക്സ്പേർട്ടുകളുടെ ആവശ്യമുണ്ട്, ജിയോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുണ്ട്, അവിടെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുണ്ട്. അവരെല്ലാം പോയി അവിടെ നടന്ന് നീങ്ങി അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നിർദ്ദേശം ക്രിയാത്മകമായിട്ട് കൊടുക്കാൻ കഴിയണം. അതിനൊരു ശാസ്ത്ര സമൂഹം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ആ ശാസ്ത്ര സമൂഹം പരിസ്ഥിതിക്ക് ഏതെല്ലാം രീതിയിൽ കോട്ടം തട്ടാതെ ചെയ്യാൻ പറ്റും നിർദ്ദേശങ്ങളുണ്ട്, ഓരോ പഠനങ്ങളുണ്ട്. ആ പഠന റിപ്പോർട്ടുകളുടെ ആ വെളിച്ചത്തിൽ അവരത് കൃത്യമായിട്ട് ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. കാലതാമസം ഒരു കാരണവശാലും ഇതിൽ ഒരു കാര്യത്തിനും ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തികം ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കെല്ലാം കാശ് കൊടുത്ത് സഹായിക്കാം, അത് നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും, അവർക്ക് ജീവനോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഇതേപോലെയുള്ള ദുരന്തം കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറിയേക്കും, തീർച്ചയായും മാറിയേക്കും. കാലാവസ്ഥാ വ്യതിയാനം ആ തരത്തിലാണ് നിർവചിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്ന ഒരു ജനതയായിട്ട് കേരളം മാറും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. പിന്നീട് പശ്ചിമഘട്ടം, അത് കഴിഞ്ഞിട്ട് ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഇടനാട്, തീരപ്രദേശം ഇത് വളരെ വിട്ടുകുറഞ്ഞ ഒരു ഭൂമിയാണ്. ഇവിടെ ദുരന്തം, ഓരോ കാര്യത്തിനും ദുരന്തം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തീർച്ചയായും ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നമുക്കൊരു പോളിസി വേണമല്ലോ. ഇപ്പോൾ നിർമ്മാണം, ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഈ തേയിലത്തോട്ടങ്ങൾ നഷ്ടമായിട്ട് ഉടമകൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകൾ ഉയരുകയാണ്. വയനാട്ടിൽ ടൂറിസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഈ തേയിലത്തോട്ടങ്ങൾ റിസോർട്ടുകൾ ഉണ്ടാകുന്നു, നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നേരത്തെ പാറക്കോറികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. കോറികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഈ കോറികളുടെ വലിയ തോതിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്ന കാര്യം സർ സുഭാഷ് ചന്ദ്രബോസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു. അങ്ങനെ അതിനും ഒരു പോളിസി വേണം. ഈ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ, പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിനെ വിലക്കണം. വിലക്കുക മാത്രമല്ല, പലയിടത്തും വിലക്കുണ്ടായിട്ട് പോലും അത് ആവർത്തിക്കുന്നതിനെ തടയണം. അതിനുള്ള ഇച്ഛാശക്തി കൂടി ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. ഒപ്പം ജനങ്ങൾ എവിടെയൊക്കെ അധിവസിക്കണം എന്ന കാര്യത്തിലും ഒരു പോളിസി ഉണ്ടാകണം. അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കൂടി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അല്ല. വളരെ ശരിയായിട്ടുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ്. കാരണം വയനാടിനെ കഴിഞ്ഞ 35 വർഷമായിട്ട് സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾ, അത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടായ ഒരു പ്രത്യക്ഷ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ വയനാട്ട് താമരശ്ശേരി ചുരം കയറി ലക്കടി വഴി, നമ്മൾ വൈത്തിരി വഴി, നമ്മൾ ഈ വൈത്തിരി കൽപ്പറ്റയുടെ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ സഞ്ചാരികൾ പകുതി പേരല്ല, വയനാട്ടിൽ വരുന്ന 70% സഞ്ചാരികൾ തിരിയുന്ന വലതുവശത്തേക്കാണ്. വലതുവശം എന്ന് പറയുന്നത് മേപ്പാടി ടൗണിലേക്ക് കടക്കുകയും അതിനപ്പുറമുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള അതിമനോഹരമായ ദൃശ്യങ്ങളിലേക്ക് തുറക്കുന്ന വയനാടിൻ്റെ മനോഹരമായ ഒരുപാട് സ്വർഗവാതിലുകളിലേക്ക് കാഴ്ചകൾ മാറുന്ന ഒരു റോഡാണ് മേപ്പാടി ടൗണിലേക്ക് കടന്നു പോകുന്നത്. അവിടെയാണ് ഇത്തവണ ദുരന്തമൊന്നുണ്ടായത്. കാരണം സഞ്ചാരികളുടെ അധികമായിട്ടുള്ള പ്രവാഹം, ഞാൻ പറയുന്നത് 70% സഞ്ചാരികൾ കടന്നു പോകുന്ന ഒരു റൂട്ടായിട്ട് ഈ മേപ്പാടി ടൗണിനപ്പുറമുള്ള സ്ഥലം കടന്നു പോയിരിക്കുന്നത്. അത് കാരണം വലിയ പരിസ്ഥിതി മാസനമല്ല, സമ്മർദ്ദം കൂടിയിരിക്കുകയാണ്. കാരണം ഇവർക്ക് താമസ സൗകര്യം, ഇവർക്ക് വേണ്ടി അനുബന്ധ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ റിസോർട്ടുകൾ പണിയും, യാതൊരു പരിരക്ഷയുമില്ലാതെ റിസോർട്ടുകൾ പണിയും. റിസോർട്ടുകൾ പണിയുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഭൂവിനിമയ സാധ്യത കണക്കാക്കിയിട്ട് വലിയ ഘട്ടങ്ങൾ വരുന്നു. എൻ്റെ നേർക്കാഴ്ചകൾ ഒരുപാട് ഭീതിപ്പെടുത്തുന്നതാണ്. ഞാനത് വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ വരുന്ന ബഹുനില മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള, ഈ മേപ്പാടി ടൗണിന് ചുറ്റുമായിട്ട് വരുന്ന ബഹുനില മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രം, വാസ്തുശില്പി എന്ന രീതിയിൽ എന്നെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ ഇപ്പം നിലനിൽക്കുന്നത് തന്നെ. അവിടെ ആയിരക്കണക്കിന് ഏക്കറുകൾ ഭൂമി ചില സ്വകാര്യ വ്യക്തികൾ കൈയാളുകയും അത് വൻകിട റിസോർട്ടുകളായിട്ട് മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു നിയന്ത്രണവുമില്ല. കാരണം നമുക്ക് കാണാനൊക്കെയില്ല, റോഡിൽ നിന്ന് കാണാനൊക്കാത്ത രീതിയിൽ അത്രയും വലിയ രീതിയിലുള്ള ടൂറിസം വികസനം നടക്കുന്നുണ്ട്. കൊച്ചു സ്ഥലങ്ങളിൽ പോലും 5 സെന്റ് സ്ഥലത്താണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അത് വിറ്റ് കാശാക്കി ഒരു റിസോർട്ട് പണിയാനായിട്ട് വികൃത കൂട്ടുന്നൊരു, അതിനൊക്കെ കൃത്യമായിട്ട് നിയന്ത്രണങ്ങൾ വരണം എന്നുള്ളതാണ്. നമ്മുടെ വയനാടൻ ഭൂപ്രകൃതി അനുസരിച്ച്, അവിടുത്തെ കെട്ടിട നിർമ്മാണ രീതി അനുസരിച്ച്
ഒക്കെ ഈ രീതി മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വൻ ദുരന്തങ്ങൾ ഇനിയും കടന്നു വരുന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയമില്ല. സുഭാഷ് അതാണ് നമുക്കിനിയും ഇനി എന്ത് എന്ന് ആലോചിക്കണം. ഈ ദുരന്തം കഴിയുമ്പോൾ എല്ലാവരും ഇത് മറക്കും, ആവർത്തിക്കാതിരിക്കാൻ എന്ത് വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ചിന്തകൾ ഉണ്ടാവണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഈ വിദഗ്ധർ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞതുപോലെ ഇത് കുറയില്ല, കൂടുകയുള്ളൂ. കാലാവസ്ഥ മാറ്റമുണ്ടാകും, മഴയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഇതിനുള്ള സ്ഥിരമായ ഒരു ശ്രദ്ധ ഈ മേഖലയിൽ വേണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ 2004 സുനാമി, പിന്നെ ഒരു 16 വരെ നമുക്ക് വലിയ ശല്യം ചെയ്തില്ല. 16 വരൾച്ച, അത് 17 കഴിഞ്ഞു ഇപ്പോൾ യോഹി, 18 ഇങ്ങനെ വരികയാണ്. ശരി, നമുക്ക് 16 മുതൽ എടുക്കാം, പിറകിലോട്ട് പോട്ടെ. 16 വരെ എടുത്താൽ ഒരു 8 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ദുരന്ത നിവാരണ പരിപാലന സംവിധാനങ്ങൾ അടിമുടി മാറേണ്ട സമയം കഴിഞ്ഞു. അത് സംസ്ഥാന തലത്തിൽ മാറണം, ജില്ലാ തലത്തിൽ മാറണം, പഞ്ചായത്ത് തലത്തിൽ മാറണം. ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി എന്നൊരു തിയറി ഉണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലുമുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളിലുമുണ്ട്. എന്താണ് ലാസ്റ്റ് മാൻ? ആരാണ്? വില്ലേജ് ഓഫീസറാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൈകാര്യം, മേജർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. വില്ലേജ് ഓഫീസർ ലാസ്റ്റ് മാൻ ആകുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് അവിടുത്തെ ദുരന്തങ്ങളെക്കുറിച്ചും എന്ത് പരിപാലന മാർഗ്ഗങ്ങൾ ചെയ്യണമെന്നും എങ്ങനെ പ്രതിരോധിക്കണമെന്നും യാതൊരു ധാരണയും വില്ലേജ് ഓഫീസർമാർക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അതേപോലെ പഞ്ചായത്തിനും ഉണ്ടാവണം. ഈ പ്രൊഫഷണലായിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഞ്ചായത്തിനുമില്ല, ജനങ്ങൾക്കുമില്ല. നമ്മൾ പല രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നേ. രാവിലെ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്ത് പോകാൻ സമയമ്പോൾ റിസപ്ഷനിൽ ടി വിയിൽ എഴുതി കാണിക്കും, കുട കൂടി എടുത്തോളൂ, 2 മണിക്കൂർ കഴിയുമ്പോൾ മഴ പെയ്യും. അപ്പോൾ നമ്മൾ റൂമിൽ പോയി കുട എടുത്തുകൊണ്ട് പോകണം. വേറൊരു രാജ്യത്ത് രാവിലെ വീടുകളിലും സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കാറ്റ് വരുമ്പോൾ, കാറ്റടിക്കുന്ന സീസണിൽ കാറ്റ് വരുമ്പോൾ ഇടത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകണം, വലത്തുനിന്ന് വരുമ്പോൾ എങ്ങോട്ട് പോകണം, കിഴക്കുനിന്ന് വന്നാൽ, ഇങ്ങനെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഓരോ പ്രദേശത്തും. അത്തരത്തിലുള്ള കാര്യങ്ങളും ബഹുജന വിദ്യാഭ്യാസമാവട്ടെ, ഞാൻ ഈ പറഞ്ഞ നയങ്ങൾ സൃഷ്ടിക്കലാകട്ടെ, പുതിയ നിയമങ്ങൾ ഉണ്ടാകട്ടാവട്ടെ, പഠനങ്ങൾ നടത്തുന്നതാവട്ടെ, ഡേറ്റകൾ ഉണ്ടാകുന്നതാകട്ടെ, ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ പറയുന്ന പരിപാടി ഈ ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ കേട്ടത് 2 വാദമാണ്. ഒരിക്കലും അവിടെ ദുരന്തമുണ്ടാകുന്ന മേഖലയല്ല. അപ്പോൾ തന്നെ ശാസ്ത്രം വേറെ സ്ഥലത്ത് നിന്ന് പല്ലിളിക്കുകയാണ്. പല്ലി ഇളിക്കുമ്പോൾ ഇളിക്കുകയാണ്. എന്താണ്? 84 ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇത് ദുരന്ത മേഖല ആയിരുന്നല്ലോ, 2000 മീറ്റർ പൊക്കമുണ്ടല്ലോ, അവിടെ നദിക്ക് നീളക്കുറവുണ്ടല്ലോ, വീതിക്കുറവുണ്ടല്ലോ, അവിടെ തൊട്ട് താഴെയാണല്ലോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അത് പിന്നെ ചാലിയാർ പുഴയുടെ മൗത്താണല്ലോ, അവിടെ പിന്നെ 84 ഉരുൾപൊട്ടൽ വന്നല്ലോ, 2000 വന്നല്ലോ, 2020 വന്നല്ലോ, 2021 വന്നല്ലോ, ഒരുപാട് ആളുകൾ മരിച്ചല്ലോ എന്ന് ആ മല നമ്മളോട് പറയുകയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടുകൾ, ദുരന്ത നിവാരണ അതോറിറ്റി പോലും ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ് അവിടെ ഇതുണ്ടായെന്ന്. അപ്പോഴാണ് മലയാളി 2ആയി മാറി നിന്ന് വാദിക്കുകയാണ് ഇത് ഉണ്ടാവാത്ത സ്ഥലമാണ്, ഉണ്ടാവുന്ന സ്ഥലമാണെന്ന്. ഒന്നാമത്തെ കാര്യം, മുന്നറിയിപ്പ് കൊടുത്തില്ല. എന്താ സ്ഥിതി? ഓറഞ്ച് അലർട്ട് കേട്ടാൽ മനസ്സിലാക്കി കോണം, തയ്യാറാക്കിക്കോളൂ. റെഡ് അലർട്ട് വന്നാൽ ഓടിപ്പൊക്കോളൂ. ഇതാണ് നാടൻ ഭാഷ. എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല, കേട്ടില്ല. തലേ ദിവസം ഈ സംഭവം നടക്കുന്ന തലേ ദിവസം പിന്നെ അവിടെ അടുത്തുള്ള കുറ്റിയാടിയിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂക്കാർ ഓഫീസർമാർ പോയി ഒരുപാട് വീട്ടുകാരെ മാറ്റിയല്ലോ. അവിടെ സ്കൂളിൽ മീറ്റിംഗ് നടത്തിയല്ലോ. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അപ്പോഴാണ് സംസ്ഥാന തലത്തിൽ നമ്മളിരുന്ന് പറയുന്നു അതാരും മാറ്റേണ്ട സ്ഥലമല്ല, നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തില്ല. എന്തൊരു വൈരുദ്ധ്യമാണ് മലയാളി കാണിക്കുന്നത്, എന്തൊരു നിരാശയാണ് നമുക്കുള്ളത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പൊളിറ്റിക്കലായി മാറി നിന്ന് സംവാദങ്ങൾ നടത്തുന്നത്? ഒരാൾ പറയുന്നു ദേശീയ ദുരന്തമാക്കണം, ആക്റ്റിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല, ഇത് അറിഞ്ഞുകൊണ്ട് പറയണ്ടേ. ഉടൻ മറ്റൊരാൾ പറയുന്നു ലെവൽ 3 പ്രഖ്യാപിക്കണം, അങ്ങനത്തെ പ്രൊവിഷൻ ഇല്ല. എന്തിനാണിങ്ങനെ ഞങ്ങളെ പറ്റിക്കുന്നത്? ഇല്ലാത്ത പ്രൊവിഷനുകൾ പറയുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ എംപിമാർ പറയണം പുതിയ പ്രൊവിഷൻ കൊണ്ടുവരാൻ. കേരള അസംബ്ലിയിൽ അതിന് ബില്ല് കൊണ്ടുവരണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആക്ട് മാറ്റാൻ പറയണം. അങ്ങനെ ആക്ട് മാറ്റിയാലേ ദേശീയ ദുരന്തം നിശ്ചയിക്കാൻ പറ്റൂ. 10ാം ധനകാര്യ കമ്മീഷൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നപ്പോൾ ധനകാര്യ കമ്മീഷൻ പറഞ്ഞ റിപ്പോർട്ട് ഇവിടെ ഗൂഗിളിൽ കൊച്ചു കുട്ടികൾ ഒന്ന് കൈകൊണ്ടടിച്ചാൽ ഗൂഗിളിൽ കിടപ്പുണ്ട്. ദേശീയ ദുരന്തമാക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. അത് അങ്ങനെ പറ്റില്ല. കാരണം നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. പിന്നെ ദുരന്തവും സർക്കാരും ഒക്കെ നിൽക്കട്ടെ, നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അവിടെ ഇട്ടിട്ടുണ്ട് 10ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിന്റെ ആഘാതം, ആളുകൾ എത്ര മരിച്ചെന്നോ എത്ര സ്ഥലം പോയോ എന്ന് വെച്ച് നിശ്ചയിക്കാൻ പറ്റില്ല. അതിന് ശേഷം നടക്കുന്ന
അസസ്മെൻറ്റ് കമ്മിറ്റി വെച്ച് ആ അസസ്മെൻറ്റ് അത് പോയി ഫീൽഡിൽ പോയി ഗ്രൗണ്ട് റിയാലിറ്റീസ് അസസ് ചെയ്ത് മാത്രമേ അതിൻ്റെ ഗ്രാവിറ്റി പറയാൻ പറ്റൂ. എന്നാലും നാഷണൽ ഡിസാസ്റ്ററായി പറയാനൊരു വകുപ്പില്ല. പിന്നെ 10ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞെന്താണ്, നിങ്ങൾ ചെയ്യുന്നത് ഇൻറ്റൻസീവായ ഒരു ദുരന്തമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ അഡീഷണൽ അസിസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കണം. ഇനി നമ്മൾ സംസ്ഥാന സർക്കാരുകൾ, അത് ചെന്നൈയിലെ സർക്കാരായാലും നമ്മുടെ സർക്കാരായാലും ഹിമാചൽ പ്രദേശിലെ സർക്കാരായാലും കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയും പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ. കേട്ടാ തോന്നും മധുര മനോഹരമായി പിറ്റേ ദിവസം തന്നെ 1000 കോടി 2000 കോടിയുടെ പാക്കേജ് ഇന്ന് തരുമെന്നാണ്. അങ്ങോട്ട് പ്രൊവിഷൻ ഇല്ല. ശരി, അത് ഒരു വാക്കിൽ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുക? ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടായി, ഇതിന് ശേഷം ഒരു അസസ്മെൻറ്റ് നടത്തും. ഒരു റാപ്പിഡ് അസസ്മെൻ്റ് എന്ന് പറയും. പെട്ടെന്നൊരു അസസ്മെൻറ്റ് നടത്തും, ഡീറ്റെയിൽഡ് വേറെ. റാപ്പിഡ് അസസ്മെൻറ്റ് നടത്തി ഓരോ വില്ലേജ് ഓഫീസർമാർ ഒരു കണക്ക് കൊടുക്കും. കൊട്ടക്കണക്കാണേ. അങ്ങനെ കണക്ക് കൊടുക്കുമ്പോൾ 500 കോടി 1000 കോടിയുടെ നഷ്ടം വേണം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ വേണം. ഇതങ്ങോട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയക്കും. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കത്തുകൾ, ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആയാലും അവരെന്താ ചെയ്യുന്നത്, പ്ലാനിംഗ് കമ്മീഷനിലും നീതി ആയോഗിലും അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിന്ന് പരിശോധിച്ചതിന് ശേഷം പൈസ അനുവദിക്കുകയല്ല ചെയ്യുന്നത്. അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളോട് പറയും, നിങ്ങളുടെ പദ്ധതികളിൽ എത്ര ഇതിലേക്ക് വയ്ക്കാൻ പറ്റും. ഇന്ദിര ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, അല്ലെങ്കിൽ ലൈഫ് മിഷൻ, അല്ലെങ്കിൽ മറ്റേ നമ്മളെ ജലജീവൻ മിഷൻ, ഇതിലൊക്കെ ഉൾപ്പെടുത്തിയൊക്കെയാണ് അഡീഷണൽ പൈസ വരുന്നത്. തീർച്ചയായും. അല്ലാതെ ഈ പറയുന്ന പോലെ അവിടെ കുറച്ച് എവിടെയെങ്കിലും കുറച്ച് പൈസ സംസ്ഥാനത്തും വെച്ചിട്ടില്ല. കുറച്ച് പൈസ വെച്ചിരിക്കുന്നു, കുറച്ച് ആളുകൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു, പൈസ ഇങ്ങോട്ട് വരുന്നു. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒന്നുകിൽ അജ്ഞത, നമ്മുടെ അജ്ഞത. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഒപ്പം ശ്രീ ആർക്കിടെക്ട് ശ്രീ ശങ്കർ, ഒപ്പം ശ്രീ സതീഷ് ഗോപി ഹൈഡ്രോഗ്രാഫർ. ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾ മാത്രമല്ല, കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ല, എഫക്റ്റീവായി ഈ ദുരിതബാധിതർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും ഇനിയുമുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിൻ്റെ ആഘാതം നമുക്ക് ഏത് തരത്തിൽ കുറയ്ക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഫലപ്രദമായ ചർച്ച വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.